ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗോളം, ലിറ്റിൽ ഹാർട്ട്സ് എന്നുള്ള രണ്ട് OTT റിലീസായ മൂവിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. രണ്ട് മൂവിയും തിയേറ്ററിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി റിലീസായിട്ടുള്ള OTT റിലീസുകളാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഗോളത്തെ പറ്റി പറയാം. ഗോളത്തെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ വർഷം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും സൂപ്പർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഗോളം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാനെ കൊണ്ടുള്ള എല്ലാ കണ്ടന്റും അവർ ഈ ഫസ്റ്റ് പാർട്ടി തന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അല്ലാതെ പേരിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കാം എന്ന് കരുതി ഒരുക്കി വെച്ചൊരു കഥയല്ല. അവർ സെക്കൻഡ് പാർട്ടിന്റെ ഫുള്ള് കഥയും മനസ്സിൽ കണ്ടിട്ട് ആണ് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് റിലീസാക്കിയിരിക്കുന്നത്. ഈ സിനിമയിലെ എഴുത്ത്, അതാണ് ഈ സിനിമയിലെ മെയിൻ. നായകന്മാരെല്ലാം പുതിയതാണ്. അതിലെ കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടുപരിചയമുണ്ടെന്നുള്ളതല്ലാതെ മെയിനായിട്ട് ക്യാരക്ടർ ദിലീഷ് പോത്തന്, മെയിനായിട്ട് നമുക്ക് അറിയാവുന്നതായിട്ട് വരുന്നത് ദിലീഷ് പോത്തന്, സണ്ണി വെയിനൊക്കെ ജസ്റ്റ് ക്യാമിയോ ആയിട്ട് വന്ന് നോക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയമുള്ള മുഖങ്ങൾ. അങ്ങനെ സ്റ്റാർ വാല്യൂ ഉള്ള ആരും അഭിനയിച്ചിട്ടില്ല. എല്ലാവരും അവരുടെ വേഷങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ആ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് എഴുതിയ ആള് സ്റ്റോറി നല്ല രീതിയിൽ എഴുതിയിട്ട് ആ സിനിമയെ നമുക്ക് ഫുള്ളായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലെ സെക്കൻഡ് പാർട്ട് എന്തായാലും റിലീസ് ആകണം. നമ്മൾ ഒരുപാട് ഇതേപോലെ നല്ല സിനിമകൾ തിരയൊക്കെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുപോലെ സെക്കൻഡ് പാർട്ട് ഡ്രോപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തായാലും സെക്കൻഡ് പാർട്ടിൽ ഇതിനെക്കാട്ടിലും വൻ വിജയം തിയേറ്ററിൽ കിട്ടും. കാരണം എല്ലാവരും OTTയിൽ കണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ട് നോക്കിയിട്ട് ഗോളത്തിൻ്റെ അഭിപ്രായം എന്തുവാണെന്ന് പറയുക. പിന്നെ ഉള്ളത് ലിറ്റിൽ ഹാർട്ട്സ്. ഷൈൻ നിഗം നായകനായിട്ട് വന്ന ബാബുരാജുണ്ട്, ഷൈൻ ടോം ചാക്കോയുണ്ട്, എല്ലാവരും കൂടി അഭിനയിച്ച സിനിമയാണ്. അത് അത്യാവശ്യം ഒരു ജസ്റ്റ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, ബോറടിക്കുമ്പോഴെല്ലാം ഓടിച്ചു വിടാൻ പറ്റുന്നത് കൊണ്ട് അത്ര കുഴപ്പമില്ലാതെ കാണാം. അതുകൊണ്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറൊന്നും അടിക്കത്തില്ല. പിന്നെ ഉള്ളത് അതിലെ പറയുന്ന ആ കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റാണ്. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും ജീവിക്കണ്ടേ, അങ്ങനെയുള്ളവർക്കും ജീവിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പം അത് കേൾക്കുമ്പോൾ ഫാമിലിക്ക് വരുന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്റ്റോറി നല്ലതാണ്. ബാക്കിയുള്ളതെല്ലാം ഭയങ്കര ക്ലീശ കാര്യങ്ങളൊക്കെ തന്നെ. അതിൻ്റെ ലവ് സ്റ്റോറി കാര്യങ്ങളെല്ലാം ഈ ഒരു ഇത് മാത്രം അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ ഇരിക്കുമ്പോൾ ജസ്റ്റ് കാണാനൊന്നും ഇല്ലെങ്കിൽ എടുത്തു വെച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ് ഈ ലിറ്റിൽ ഹാർട്ട്സ്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് എൻ്റെ അഭിപ്രായമല്ലേ പറയുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.